നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റെസിപ്രോക്കൽ താരിഫ്. ലോകമിന്ന് താരിഫ് യുദ്ധത്തിന് പിറകെയാണ്. അതിന് തുടക്കം കുറിച്ചതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന് പിറകെ സംഭവിക്കുന്ന പല വിഷയങ്ങൾ, അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം, അപ്രതീക്ഷിത പ്രഖ്യാപനം, ട്രംപിൻ്റെ തീരുമാനമൊക്കെ തിരിച്ചടി ഭയന്നാണെന്ന് ചൈനയ്ക്ക് പകരത്തിന് പകരവുമായി യുദ്ധം പ്രഖ്യാപിച്ച് ട്രംപും. ഇതിലിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്തായിരിക്കും ഉണ്ടാകുന്നത്? നേട്ടമാണോ കോട്ടമാണോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനോട് കൊമ്പ് കോർക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് ചൈനയും നിലകൊള്ളുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം ആഗോള വിപണിയിലടക്കം പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ പോലും അത് പിടിച്ചു കുലുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വർണ്ണവിലയിലടക്കം, എന്തിനേറെ പറയുന്നു, താഴെത്തട്ടിലെ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ പോലും അത് വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയ ട്രംപിൻ്റെ നടപടിയെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന രംഗത്ത് വരുന്നത്. പകരത്തിന് പകരച്ചുങ്കം ഏർപ്പെടുത്താനായി തയ്യാറാവുകയാണ് ചൈന. അമേരിക്കയുടേത് ഏകപക്ഷീയമായൊരു ഭീഷണിയാണ്. അതിനെ ചെറുക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ തങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപിൻ്റെ നിലപാടിന് പുറകെ തന്നെ പകരം തീരുവ പ്രഖ്യാപനം ലോകമെങ്ങുമുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ പ്രത്യാഘാതങ്ങളുടെ വലിയ പ്രകമ്പനം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പകരത്തിന് പകരം ഇങ്ങനെ വ്യാപാര യുദ്ധം നടത്തി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ബിസിനസ് സാമ്രാജ്യങ്ങളെയാണ്, വ്യവസായ മേഖലകളെ തന്നെയാണ്. എന്തുകൊണ്ട് ട്രംപ് പകരം തീരുവ ഇങ്ങനെ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നു? ലോക രാജ്യങ്ങളെ, ലോക വ്യവസായത്തെ ഇതെങ്ങനെ സ്വാധീനിക്കും? ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് കനത്ത പ്രഹരമേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ നേട്ടം കൊയ്യുന്നത് ആരായിരിക്കും? ആഗോള വിപണിയെപ്പോലും പിടിച്ചു കുലുക്കുന്ന മാറ്റം അങ്ങനെ സംഭവിക്കുന്നു. ആഗോളതലത്തിൽ ഓഹരി വിപണികളിൽ ഇത് പ്രതിഫലിച്ചതിന് പിറകെയാണ് നടപടി മരവിപ്പിക്കാൻ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കേണ്ടി വന്നത്. എന്നാൽ നടപടി മരവിപ്പിക്കുന്നതിൽ പോലും ഏകപക്ഷീയമായ തീരുമാനം കൈക്കൊണ്ടു, ശത്രുതാപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്നാണ് ചൈന ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വിപണികളിൽ സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയാണ് അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരുന്നതോടെ കൂടുതൽ തകർച്ചയായിരിക്കും ഇനി നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത്. കയറ്റുമതിയിലുണ്ടാകുന്ന ഇടിവ്, വിദേശ ബന്ധങ്ങളിലെ നയതന്ത്ര തകർച്ച എന്നിവയ്ക്കൊപ്പം തന്നെ വിലക്കയറ്റം പോലും നമുക്ക് മുന്നിൽ നിൽക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. സ്പാനിഷ് പ്രസിഡന്റായിട്ടുള്ള പെഡ്രോ സാഞ്ചസുമായി കഴിഞ്ഞ ദിവസം ബീജിംഗിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് അമേരിക്കയോട് താൻ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കണം. യൂറോപ്യൻ യൂണിയന് ഷീ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പകരം തീരുവ നയം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച നടപടിയിൽ നിന്നും ചൈനയെ ഒഴിവാക്കിയ ട്രംപിൻ്റെ നടപടിക്കാണ് അതേ നാണയത്തിൽ ചൈനയും തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. ചൈനയിലേക്കുള്ള അമേരിക്കൻ ഇറക്കുമതിക്ക് 125% അധിക തീരുവയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ അത് 84% തീരുവയാക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പുതിയ തീരുവ അടുത്ത ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ചൈന പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ട്രംപിനെയും അത് അങ്ങേയറ്റം പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ സംയുക്തമായി തന്നെ നമ്മുടെ രാജ്യം ചെറുക്കും. ഇത് രാജ്യാന്തര നീതിയുടെ സംരക്ഷണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്. ഇത് ചൈനയോ അമേരിക്കയോ മാത്രമല്ല, ആഗോള രാജ്യങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ചൈന ആഹ്വാനം ചെയ്യുന്നത്. ചൈന ഈ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് ഭയപ്പെടുന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ശരിക്കും ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലുള്ള പെരുമാറ്റങ്ങളാണ് അവസാനിപ്പിക്കേണ്ടത്. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾ, തന്ത്രങ്ങൾ, ഇതൊന്നും തന്നെ ചൈനയുടെ അടുത്ത് വിലപ്പോകില്ല എന്നാണ് ചൈനീസ് വക്താവിൻ്റെ വാർത്താ കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം ചൈനയ്ക്ക് മേൽ 104% പകരം തീരുവ ചുമത്തിയിരുന്നു അമേരിക്ക. എന്നാൽ ആ നടപടിക്കെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ചൈന തയ്യാറായി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 84% തീരുവ ചുമത്തി. അതിൽ അങ്ങേയറ്റം പ്രകോപിതനായ ട്രംപ് ആകട്ടെ 104% എന്നത് 21% വർധനവോടുകൂടി 125% ഉയർത്തി. പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും ആനുകൂല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ നടപടി കുത്തനെ ഉയർത്തിയത്. അതിനെ തുടർന്ന് ചൈന ഇന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അത് 100% മുകളിലേക്ക് കടക്കാൻ പോകുന്നു. ചൈനയിൽ നിന്നും പ്രതിവർഷം $50 ബില്യൺ സാധനങ്ങളാണ് സ്പെയിൻ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യാപാരത്തെ ചൊല്ലിയുള്ള രാജ്യാന്തര തർക്കങ്ങൾ ചൈനയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സഹകരണത്തിന് വലിയ തടസ്സമാകരുത് എന്നാണ് സ്പെയിൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിൽ ഇങ്ങനെ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടാൽ അത്
നിരവധി രാഷ്ട്രങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. സാരമായി തന്നെ വ്യാപാര മേഖലയിൽ അത് തകർച്ച തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. ആഗോള വിപണിയിൽ പലതരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമായി മാറിയേക്കും. അമേരിക്ക ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് അങ്ങനെ ചൈനയെ നിർബന്ധിച്ചാൽ അവസാനം വരെ അതിനെതിരെ പോരാടാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ചൈനീസ് വക്താവ് പറയുന്നത്. ഇതുവരെ നേരത്തെ ചുമത്തിയ 20% ഈ മാസം പ്രഖ്യാപിച്ച 34% അടക്കം 54% ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം. അതിനൊപ്പം 50% കൂടിയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് പടുകൂറ്റൻ നികുതിയിലേക്ക് ചൈന മാറിയിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ പ്രഖ്യാപിച്ച 34% പകരം തീരുവ ചൈന പിൻവലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് ഭീഷണിപ്പെടുത്തി. അത് പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ 50% അധിക തീരുവയായിരിക്കും തങ്ങൾ ചുമത്തുന്നത്. വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കണമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിറകെയാണ് തീരുവ 104%ലേക്ക് ചൈന ഉയർത്തിയത്. അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും വേണ്ടിയായിരിക്കും ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് പലരും സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. പക്ഷേ അതിന്റെ വലിയൊരു പരിണിത ഫലം കാത്തിരിക്കുന്നത് അമേരിക്കയെ തന്നെയാണ്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് അമേരിക്ക നേരിടേണ്ടി വരുന്നത്. പുതുക്കിയ തീരുവ ഇന്നലെ തന്നെ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ പകരച്ചുങ്കം മരവിപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നത്. അതിനു പിന്നിലെ ലക്ഷ്യമെന്തെന്നുള്ളത് വ്യക്തമല്ലെങ്കിൽ പോലും ചൈനയോട് സന്ധിയില്ലാത്ത യുദ്ധമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. മറ്റു രാജ്യങ്ങളോട് അനുഭാവപൂർവമായ ഒരു സമീപനവും ഒരു ഡീലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വാതിലുമാണ് ട്രംപ് തുറന്നിടുന്നത്. എന്നാൽ ഈ കാലയളവിനുള്ളിൽ ലോകരാജ്യങ്ങളെ അമേരിക്കയുമായി ധാരണയിലെത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് നിഗമനം. കരാർ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് അവർ തന്നെ വിളിച്ചു പറഞ്ഞ് കെഞ്ചുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുമായി ധാരണയിലെത്താൻ 75-ലധികം രാജ്യങ്ങളെ നിർബന്ധിതരാക്കിയ ഒരു വിജയകരമായ തന്ത്രം തന്നെയാണ് ഈ പകരച്ചുങ്കമെന്നാണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ധൈര്യത്തെയാണ് ഇപ്പോൾ ഏവരും അഭിനന്ദിച്ചിരിക്കുന്നത്. ഒരു ഭരണാധികാരിയും തയ്യാറാകാത്ത തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളി ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് പറയുന്നത്. ലോകരാജ്യങ്ങൾ ചൈനയോട് കൂടുതൽ അടുക്കുമെന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ മറിച്ച് സംഭവിക്കുന്നു. ഈ 75-ലധികം രാജ്യങ്ങൾ അമേരിക്കയോട് അനുഭാവപൂർവ്വം തന്നെ പ്രതികരിക്കുന്നത് ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ സൂചനയായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ലോകരാജ്യങ്ങൾ ചൈനയെയല്ല അമേരിക്കയെ സമീപിക്കുകയാണ്. കാരണം അവർക്ക് ഞങ്ങളുടെ വിപണിയാണ് ആവശ്യമായി വരുന്നതെന്നാണ് വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം കാരോലിൻ ലിവിറ്റ് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. അമേരിക്കയിൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും സാമ്പത്തിക മാധ്യമവും ഒക്കെ മോർഗൻ സ്റ്റാൻലി അടക്കമുള്ളവർ പ്രവചിച്ചത് അമേരിക്കൻ വിപണിയുടെ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. വലിയ തകർച്ചയ്ക്ക് അത് കാരണമാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വ്യാപാര യുദ്ധത്തെ തുടർന്ന് അമേരിക്കൻ വിപണി 2020 ശേഷമുള്ള ഏറ്റവും വലിയൊരു വീഴ്ചയാണ് നേരിട്ടിരിക്കുന്നത്. ഇക്കാലയളവിൽ ഇന്ത്യൻ GDPയേക്കാൾ വലിയ നഷ്ടം അമേരിക്കൻ വിപണി നേരിടേണ്ടി വന്നു. അതിന് പിറകെ പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിക്കാൻ ട്രംപ് തീരുമാനിക്കേണ്ടി വന്നു. നിർബന്ധിതനായി എന്ന് പറയുന്നതാണ് ശരി. പരസ്പര താരിഫ് വർധനവിലൂടെ ചൈനയും അമേരിക്കയും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നത് പല രാജ്യങ്ങൾക്കിടയിലും കടുത്ത ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഒരു പരിധിവരെ നേട്ടമാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യക്ക് കൂടുതൽ കിഴിവുകൾ നൽകിക്കൊണ്ട് വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ചൈനീസ് നിർമ്മാതാക്കൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. പല ചൈനീസ് ഇലക്ട്രോണിക് ഘടക നിർമ്മാതാക്കളും ഇന്ത്യൻ കമ്പനികൾക്ക് 5% വരെ കിഴിവാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം മൂലം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുന്നത് ചൈനീസ് നിർമ്മാതാക്കൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതോടെയാണ് ഇന്ത്യയിൽ കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ട് കിഴിവുകൾ പ്രഖ്യാപിച്ച് ചൈന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനീസ് നിർമ്മാതാക്കളുടെ ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. സ്വീകരിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഗാർഹിക ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. TV, ഫ്രിഡ്ജ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ തന്നെയാണ് വില കുറയാനായി പോകുന്നത്. അതിനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അതിൽ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടെലിവിഷനുകൾ, പവർ സപ്ലൈകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശരിക്കും ഗുണഫലമായി മാറുന്നത് ഇന്ത്യക്കാണെന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തിരിച്ചടി തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥയിലുള്ള ജാഗ്വർ ലാൻഡ് റോവർ തന്നെയാണ് എടുത്തു പറയേണ്ടത്. വാഹന ഇറക്കുമതിക്ക് ട്രംപ് 25% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. ആഗോളതലത്തിൽ വർഷം തോറും 4 ലക്ഷം വാഹനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനി അവരുടെ വിൽപ്പനയുടെ 4/1 നടക്കുന്ന ഒരു രാജ്യത്തേക്കുള്ള കയറ്റുമതി തന്നെ നിർത്തേണ്ടി വയ്ക്കുന്ന ഒരു സാഹചര്യമെന്ന് പറയുന്നത് ചെറിയൊരു വിഷയമായി പറയരുത്, ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ട്രംപ് തീരുവയുടെ വിനാശകരമായ ശക്തിക്ക് അടിവരയിടുന്നു
ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഈ തീരുമാനം പോലും. തങ്ങളുടെ ഏറ്റവും നിർണായകമായിരുന്ന വിപണിയിൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ എത്തുന്നതോടുകൂടി കമ്പനിയുടെ കയറ്റുമതി തന്ത്രം തന്നെ അഴിച്ചു പണിയേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ജാഗ്വർ ലാൻഡ് റോവർ മാറിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ പല വ്യവസായികൾക്കും കമ്പനികൾക്കും വലിയ തിരിച്ചടിയായി അമേരിക്കയുടെ നയം മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏപ്രിൽ 2-നാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഏപ്രിൽ 1 ലോക വിഡ്ഢിദിനമായതുകൊണ്ട് തന്നെ ഏപ്രിൽ 2 മുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന് പകരമായി ചൈന 34% അധിക തീരുവ പ്രഖ്യാപിച്ചു. അതുകൂടാതെ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതുതന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. 30ഓളം അമേരിക്കൻ സംഘടനകൾക്കും ചൈന അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.